ഗോപാൽ സനൽ കൂടി വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുന്നുണ്ട്. ഗോപാൽ, ഒരു നാടൊന്നാകെ ഒരു ഉത്സവത്തിൽ പങ്കാളിത്തം നൽകുന്ന ചടങ്ങ് കൂടിയാണ്. അതായത് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ തലസ്ഥാന നഗരിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി, അത് ജാതിമത ഭേദമന്യേ എല്ലാവരും അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു മതമൈത്രിയുടെ കൂടെ കാഴ്ച നമ്മൾ അനന്തപുരിയിൽ കാണുന്നുണ്ട്. പറയൂ, എന്തൊക്കെയാണ് പൊങ്കാല വിശേഷങ്ങൾ? രശ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാന നഗരം ആനന്ദത്തിൽ ആറാടി ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് ഉള്ളത്. സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് പ്രധാനമായും ഒരു വേദി, അതായത് സമരങ്ങൾക്ക് സാധാരണ ദിവസങ്ങളിൽ വേദിയാകുന്ന സെക്രട്ടേറിയറ്റ് പരിസരം ഇന്ന് പൊങ്കാലയ്ക്ക് വേദിയാവുകയാണ്. എനിക്ക് സമീപത്തായി കാണുന്ന ഈ ഒരു വരി ഫുട്പാത്തിൽ എല്ലാ ദിവസങ്ങളിലും സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ആ ഫുട്പാത്തുകൾ ഇന്ന് സമരക്കാരിൽ നിന്ന് മാറി ഈ പറയുന്ന പൊങ്കാല ഇടാൻ വേണ്ടി എത്തുന്നവർക്ക് വേണ്ടി ഒരുക്കി നൽകിയിരിക്കുകയാണ്. അപ്പോഴും എനിക്കിന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ വ്യത്യസ്തമായ ഒരു പൊങ്കാല, 51 കലങ്ങളിൽ പൊങ്കാലകൾ ഇവിടെ നേദിക്കപ്പെടുന്നുണ്ട്. ആ പൊങ്കാലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പൊങ്കാലകൾക്ക് പിന്നിലൊരു കഥ കൂടി പറയാറുണ്ട് ഇവർക്ക്. കഴിഞ്ഞ 14 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധിക്കുന്ന CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് എനിക്ക് മുന്നിൽ ഈ കാണുന്ന ഇവരെല്ലാവരും. ഇവർ 51 കലങ്ങളിലായി 200ഓളം പേരാണ് ഇന്ന് ഈ പൊങ്കാലയ്ക്ക് എത്തിയിരിക്കുന്നത്. അത് അവർ മാത്രമല്ല എന്നുള്ളതാണ്. സർക്കാരും PSCയും കണ്ണു തുറക്കുക എന്ന ഒരു ആവശ്യം ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളും അമ്മമാരും സഹോദരങ്ങളും എല്ലാവരെയും എത്തിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രതിഷേധവുമായി ഇവിടേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരിലേക്ക് തന്നെ നമുക്ക് ഈ പ്രതികരണം ഒക്കെ തേടി ഒന്ന് പോകാവുന്നതാണ്. ചേട്ടാ, കഴിഞ്ഞ 14 ദിവസമായിട്ട് നിങ്ങളിവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ പ്രതിഷേധമായിരുന്നു. ഇന്ന് ഇതൊരു പ്രതിഷേധമാണോ? ഇന്ന് ഒരു കാരണവശാലും ഇതൊരു പ്രതിഷേധമല്ല. ഞങ്ങൾ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറുക, സർക്കാരിന്റെ കണ്ണു തുറക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു വഴിപാട് മാത്രമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ 51 കലം പൊങ്കാല എന്ന് പറയുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഇതായിട്ട് 51 കലത്തിൽ പൊങ്കാല ഞങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, പിന്നെ അങ്ങനെ ഒരു ഏകദേശം 200ഓളം കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇന്ന് ഇതൊരു ഒരിക്കലും ഒരു പ്രതിഷേധമല്ല. സർക്കാരിന്റെ കണ്ണു തുറക്കുക, അതുപോലെ സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാവുക, ഈ രണ്ട് അപേക്ഷയായിട്ട് ഞങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ്. സർക്കാരിന് മുമ്പിലുള്ളതല്ല, ആറ്റുകാലമ്മയ്ക്ക് മുമ്പിലുള്ളതാണ്. അതെ, ആറ്റുകാലമ്മയ്ക്ക് മുമ്പുള്ളതാണ്. പക്ഷേ ഞങ്ങളെക്കാളുപരി സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാവുക, ഇതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. കാര്യം എന്നാൽ മാത്രമേ നിയമനം നടത്തുള്ളൂ എന്നാണ് ഇപ്പൊ അവരുടെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ അത് സാമ്പത്തിക ഭദ്രത ഉറപ്പായാൽ മാത്രമേ ഞങ്ങൾക്ക് നിയമനം തരുള്ളൂ. അല്ല വേക്കൻസി ഇല്ല എന്നല്ല അവർ പറയുന്നത്, ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ അവസ്ഥ വെച്ചിട്ട് ഒന്നിൽ കേന്ദ്രത്തിൽ നിന്ന് വരണം, ഇല്ലെങ്കിൽ ദൈവം കനിയണം. ഇത് രണ്ടും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ കുടുംബാംഗങ്ങൾ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക്